നമസ്കാരം. ഇന്ന് 2024 ജൂലൈ 1 തിങ്കൾ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ഇന്ത്യൻ വീരഗാഥ. ഫുട്ബോളിൽ ബ്രസീലോ അർജന്റീനയോ പോലെയാണ് ക്രിക്കറ്റിൽ ഇന്ത്യ. ഇംഗ്ലീഷുകാരിൽ നിന്ന് കടം കൊണ്ട കളിയാണെങ്കിലും ഇപ്പോൾ ആശാന്മാരായി. ലോകത്തെ 1-ാം നമ്പർ ടീമായിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് 2020 ലോകകപ്പ് നേടിയതോടെ ആധിപത്യം പൂർണ്ണം. 1983 ഇന്ത്യ ആദ്യമായി ലോക ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തുന്നത്. അജയ്യർ എന്ന് പേരുകേട്ട വെസ്റ്റ് ഇൻഡീസിനെ കീഴടക്കി കപിൽ ദേവും കൂട്ടരും ലോർഡ്സിൽ ഏകദിന ലോകകപ്പ് ഉയർത്തുമ്പോൾ അമ്പരപ്പായിരുന്നു. രാജ്യത്ത് ക്രിക്കറ്റിന്റെ ജനകീയതയ്ക്ക് അടിത്തറ നൽകിയ ജയമായിരുന്നു അത്. 4 പതിറ്റാണ്ടിനുള്ളിൽ കളിയുടെ രൂപവും ഭാവവും മാറി. 2020, 10-10 തുടങ്ങി ക്രിക്കറ്റിന്റെ കുട്ടിരൂപങ്ങൾ വന്നു. ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ കാലത്ത് കളിക്കൊപ്പം ആഘോഷവും കച്ചവടവും വേണമെന്നായി. ക്രിക്കറ്റ് പണം കുമിയുന്ന കളിയായി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ലോകത്തെ ഏറ്റവും പണമുള്ള കായിക സംഘടനയായി. ഈ ഒരു കാലത്താണ് ഇന്ത്യ അതിവേഗ ക്രിക്കറ്റിന്റെ ലോക കിരീടം ചൂടുന്നത്. സിക്സർ അടിക്കുന്ന വേഗത്തിൽ ക്രിക്കറ്റ് ജനപ്രിയ കളിയായി മാറിയെങ്കിലും ലോകകപ്പ് വേദിയിൽ ഇന്ത്യക്ക് വേണ്ടത്ര തെളിയാനായില്ലെന്നതാണ് യാഥാർത്ഥ്യം. 1983 അപ്രതീക്ഷിത നേട്ടത്തിന് ശേഷം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 2007 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ 2020 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും നേടി. 2013 ധോണി ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തി. ധോണി മാറി, വിരാട് കോഹ്ലി വന്നു. പിന്നെ രോഹിത് ശർമ്മയുടെ ഊഴമായി. ഏകദിനത്തിലും ടെസ്റ്റിലും 2020-ലുമെല്ലാം ഒന്നാമന്മാരായി. പക്ഷെ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ വലിയ ടൂർണമെന്റുകളിൽ ഒന്നിൽ പോലും കിരീടം നേടാനായില്ല. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഏകദിന ലോകകപ്പിലും ഫൈനലിൽ കടന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. പരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിന്റെ അവസാന ചുമതലയായിരുന്നു വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും നടന്ന 2020 ലോകകപ്പ്. രോഹിത്തിനും കോഹ്ലിക്കും അവസാന അവസരം ടൂർണമെന്റിലുടനീളം സ്ഥിരത പുറത്തെടുത്ത ടീം അർഹിക്കുന്ന ജയം സ്വന്തമാക്കി. എന്തായിരുന്നു വിജയത്തിന്റെ അടിസ്ഥാനം? ഒരു കളിക്കാരൻ പോലും സമ്മർദ്ദത്തിൽ പെടാറില്ല. തോൽവിയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും കളിക്കാരി കെട്ടിവെക്കാറില്ല. മറ്റേതൊരു ദിവസത്തെ പോലെയും അവർ കളം വിടുന്നു. ടീമിന്റെ മനോനിലയെക്കുറിച്ച് ദ്രാവിഡിന്റെ പ്രതികരണം ഇതായിരുന്നു: ദക്ഷിണാഫ്രിക്കയുമായുള്ള ഫൈനലിൽ ടീം തോൽവിയുടെ വക്കിലായിരുന്നു. 100% ദക്ഷിണാഫ്രിക്ക ജയിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ വിലയിരുത്തലുണ്ടായി. ആ നിമിഷത്തിലും ഇന്ത്യൻ ടീം കാണിച്ച മനോധൈര്യവും പോരാട്ട വീര്യവും 90കളിലെ ഓസ്ട്രേലിയൻ ടീമിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയം സമ്മാനിക്കാൻ ശേഷിയുള്ള ഹെൻറിച്ച് ക്ലാസൻ, ഡേവിഡ് മില്ലർ എന്നിവരെ പുറത്താക്കിയ ഹാർദിക് പാണ്ഡ്യയും പന്തിനൊപ്പമുള്ള റൺ നിരക്കിനെ ഇടിച്ചു താഴ്ത്തിയ ജസ്പ്രീത് ബുംറയും അവിസ്മരണീയ ജയത്തിൽ നിർണായകമായി. ഇത്രയും വലിയ വേദിയിൽ അതിസമ്മർദ്ദ ഘട്ടത്തിൽ 19ാം ഓവർ എറിയാനെത്തിയ യുവ പേസർ അർഷ്ദീപ് സിംഗിനെയും മറക്കാനാകില്ല. അവസാന ഓവറിൽ 16 റൺ വേണമെന്നിരിക്കെ ഡേവിഡ് മില്ലർ എന്ന ദക്ഷിണാഫ്രിക്കയുടെ വിശ്വസ്തനെ അവിശ്വസനീയമായ ക്യാച്ചിലൂടെ പുറത്താക്കിയ സൂര്യകുമാർ യാദവിലാണ് ഇന്ത്യൻ പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും ഉശിരുള്ള നിമിഷം എത്തി നിൽക്കുക. 1983 സാക്ഷാൽ വിവിയൻ റിച്ചാർഡ്സിന്റെ ക്യാച്ച് പിന്നോട്ടടി പിടിയിലാക്കിയ കപിലിനെയും 2007 പാകിസ്ഥാൻ ക്യാപ്റ്റൻ മിസ്ബാ ഉൾ ഹക്കിനെ പിടിയിലാക്കി ലോക കിരീടം സമ്മാനിച്ച എസ് ശ്രീശാന്തിനെയും ഓർക്കാതിരിക്കാനാകില്ല. ഇന്ത്യൻ ടീമിൽ ഇനി തലമുറ മാറ്റമാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും രവീന്ദ്ര ജഡേജയും 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. കളിക്കാരെന്ന നിലയിൽ നേടാനാകാത്ത ലോക കിരീടം പരിശീലക കുപ്പായത്തിൽ പൂർത്തിയാക്കി ദ്രാവിഡും പടിയിറങ്ങുന്നു. പ്രതിഭകളുടെ വലിയൊരു നിരയാണ് കാത്തു നിൽക്കുന്നത്. കോഹ്ലിയും രോഹിത്തും അവശേഷിപ്പിച്ചു പോയ ഇടങ്ങളിൽ ഇനി സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും അടക്കമുള്ള യുവതാരങ്ങൾ നിറയും. ലോകകപ്പ് ടീമിലുണ്ടായിട്ടും ഒരു കളി പോലും കളിക്കാനാകാത്ത നിരാശയുണ്ടാകും സഞ്ജുവിന്. എന്നാൽ ഇനിയുള്ള നാളുകൾ ഈ മലയാളി വിക്കറ്റ് കീപ്പർക്കും കൂടിയുള്ളതാണ്. ഈ യുവനിര വലിയൊരു ഭാവിയെ സ്വപ്നം കാണുന്നു. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.